ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി ഹെർബൽ ബ്ലീച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമ്മൾക്ക് ഈ ബ്ലീച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് റൈസ് പൗഡറാണ്. അതായത് ഇത് ഞാൻ നമ്മുടെ വറുത്ത പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അരിപ്പൊടി വറുത്തത്, നമുക്ക് പച്ചപ്പൊടിയും യൂസ് ചെയ്യാം. പച്ചപ്പൊടി കുറച്ചും കൂടി എഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ ഫേസിന്. പിന്നെ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മളെ ഫേസ് സൺ ടാൻ മാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറിയൊരു എക്സ്ഫോലിയേറ്റർ കൂടിയാണ് നമ്മുടെ ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അരിപ്പൊടി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാൻ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്ക് നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. തൈര് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ മാറുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് തൈര് ഏതെങ്കിലും ഫേസ് പാക്കുകളിൽ യൂസ് ചെയ്തിട്ടോ അല്ലാതെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൈകാലുകളിലും ഒക്കെ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് വരും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഈ തൈര് നമ്മളെ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചേഞ്ച് തന്നെ നമ്മുടെ ഫേസിന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അത്യുഗ്രൻ റിസൾട്ടാണ്. കാരണം ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബ്ലീച്ച് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നല്ല നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട്, ഭയങ്കര റിസൾട്ടാണ്. കാരണം നമ്മളെ ഹെയറൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡായി മാറും. പക്ഷെ നമുക്ക് അത് കുറച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഹെർബൽ ബ്ലീച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ചെയ്താലും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരാഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്ത് അതേ എഫക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ടർമറിക് പൗഡറാണ്. അതായത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളില്ലേ, അതിൻ്റെ പൊടിയാണ്. ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അത് നല്ലതാണ് നമ്മുടെ ഫേസിന്, കാരണം പിമ്പിൾസ് വരുന്നതൊക്കെ തടയും. അപ്പോൾ തൈര്, ചിലവർക്ക് തൈരൊന്നും ചിലവരെ ഫേസിന് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചിലവരുടെ സ്കിന്നിന് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് മറ്റൊരാളുടെ സ്കിന്നിന് സ്യൂട്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ച് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇതൊരു നാച്ചുറൽ റെമഡി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഞാൻ ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഫേസ് പാക്കിൻ്റെ ഒരു രൂപത്തിലാക്കിയിട്ട് ഞാൻ തേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫേസിൽ തേക്കുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ അധികം അങ്ങ് ഇട്ട് ഉരയ്ക്കരുത്, കാരണം ഇതിനൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തരി ഉണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഞാനിത് കയ്യിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ എന്നോട് കമൻറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് കറുത്ത കയ്യിൽ ചെയ്ത് കാണിക്കുന്നാലേ മാറ്റം കാണുമെന്ന്. പക്ഷേ അതിപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ കാണിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലാണെങ്കിലും നല്ലൊരു ചേഞ്ച് എനിക്കിത് ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ ഞാൻ ഓരോ ദിവസവും നിങ്ങൾക്ക് കൂടുതലായിട്ടും വൈറ്റനിങ് പാക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ പിന്നെ എൻ്റെ കൈ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇടത് കൈയിലാണ് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ആ കൈക്ക് നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിന്നെയും ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം തോന്നാത്തതുകൊണ്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വലത് കൈയിലും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം രണ്ട് കൈയും വേറെ വേറെ കളറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരാഴ്ചത്തോളമായി നമ്മൾ അധികവും വൈറ്റനിങ് പാക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം കൈ രണ്ടും വേറെ വേറെ കളറായി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഈ പാക്ക് മറ്റേ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സൺ ടാനും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, സൺ ടാനൊക്കെ ഇപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വീഡിയോ മുഴുവൻ കാണാതെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കമൻറ്റായിട്ട് റിപ്ലൈ തരാതെ ഇങ്ങനെ വീഡിയോയിൽ റിപ്ലൈ തന്നതാണ്. കണ്ട് എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടാണ്, കയ്യിൽ നന്നായിട്ട് സൺ ടാനൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്കും ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചാണ് എനിക്കും ഇങ്ങനെ ചേഞ്ചൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ദിവസവും ഇങ്ങനെ കാണിക്കുകയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്.
അപ്പോൾ ഞാൻ ദിവസവും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിന് വലിയ ചേഞ്ച് നിങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടാണ്. നിങ്ങൾ സൺ ടാനും കാര്യങ്ങളും അല്ലെങ്കിൽ കളർ കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് റിസൾട്ട് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടുള്ളൊരു ബ്ലീച്ച് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ബ്ലീച്ച് ആയാലും ഫേഷ്യൽ ആയാലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ഹിമാലയയുടെ ബേബി ക്രീം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നൊരു ക്രീമാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം ചിലരൊന്നും അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ നമ്മുടെ ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു യൂസ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. കൂടെ തന്നെ അഫോർഡബിൾ എന്ന് മാത്രമല്ല, നമുക്ക് ഇത് പിന്നെ വളരെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ അത്. പിന്നെ അത് കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പോൾ നമ്മൾ അധികം അങ്ങ് യൂസ് ചെയ്യരുത്. കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. കൂടുതൽ എടുത്തിട്ട് വാരി തേക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു ക്രീമാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.